ഇതിനകത്തോട്ട് മുഴുവൻ ഗുഹകളാണ്. നമ്മളായിരിക്കും ഇതിൻ്റെ ഈ കാര്യം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ആദ്യം അവതരിപ്പിക്കുന്നത്. കാഴ്ചകളാണ് ഇവിടെ നിരവധി. ഇതുപോലെ തന്നെ ചുറ്റുവട്ടം മുഴുവൻ നോക്കി ഔഷധ വീര്യമുള്ള ഗുണമുള്ള വെള്ളമാണ് ഈ ഇറങ്ങി വരുന്നത്. തായ്ലൻഡിലെ ഗുഹകളൊക്കെ കാണാൻ വേണ്ടി പോകുന്നവർ അത്ര ദൂരമൊന്നും പോകണ്ട. ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ യാത്ര നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലാണ്. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് നിന്ന് കൃത്യം 26 കിലോമീറ്റർ ദൂരത്താണ് ഈ സ്ഥലം. ഇവിടെ ഒരു കാഴ്ചകളുടെ ഒരു വിസ്മയ ലോകം എന്ന് വേണമെങ്കിൽ കഞ്ഞിക്കുഴിയെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം അത്രമാത്രം കാഴ്ചകളാണുള്ളത്. അതിൽ ഒന്ന് കട്ടിലും കസേരയും എന്ന് പറയുന്ന സ്ഥലമുണ്ട്, 2 മീനൊളിയാൻപാറ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമുണ്ട്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ഹിൽ ടോപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിൻ്റെ പിന്നിലേക്ക് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വളരെ രസകരമായിട്ട് നിരവധി സന്ദർശകർ വന്ന് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. അത് ഈ വണ്ണപ്പുറത്ത് നിന്നും ചെറുതോണിയിലേക്ക് പോകുന്ന വഴിയിൽ 13 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തെത്താൻ സാധിക്കും. അപ്പം എറണാകുളത്ത് നിന്ന് വരുന്നവർ മൂവാറ്റുപുഴ വന്ന് വണ്ണപ്പുറം കൂടി ഇങ്ങോട്ട് വരാവുന്നതാണ്. അതുപോലെ തന്നെ കട്ടപ്പന ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ചെറുതോണിയിലെത്തി 26 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിക്കുഴിയിലെ ഹിൽ ടോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തെത്താം. ഇവിടെ നിന്നാണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് നമ്മൾ പല സ്ഥലങ്ങളിലോട്ടായിട്ട് നമ്മൾ പോകുന്നത്. അതിലൊന്നാണ് കട്ടിലും കസേരയും, മറ്റൊരു സ്ഥലമാണ് മീനൊളിയാൻപാറ. ഈ 2 സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മളുടെ യാത്ര നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. വണ്ണപ്പുറത്ത് നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്നവർക്ക് ബസ് സർവീസും ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ KSRTC ഒക്കെ നിരവധി സർവീസുകൾ ഇങ്ങോട്ട് നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വന്നിരിക്കുന്നത് ഇപ്പോൾ ഹിൽ ടോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിരവധി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ നെല്ലിക്കയൊക്കെ ഇങ്ങനെ മറ്റേ വിനാഗിരിയിലൊക്കെ വെച്ച് അത് കൂടുതൽ സന്ദർശകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വിഭവമാണിത്. അതുപോലെ തന്നെ മാങ്ങ പൂളി ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ പൈനാപ്പിൾ ഇത് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിളൊക്കെ വളരെ ഇതായിട്ടുള്ള ഒരു മുളകൊക്കെ തേച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവിടുന്ന് വരുന്ന സന്ദർശകരൊക്കെ ഏറ്റവും കൂടുതൽ ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇവിടുത്തെ ഈ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളിലേക്കൊക്കെ പോകുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ് അത്. ചേട്ടാ, ഇതെങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്ത് ഇതൊക്കെ നെല്ലിക്കയുടെ ഇത് പരിപാടി എങ്ങനെയാണ്? നെല്ലിക്ക സാധാരണ നമ്മൾ പച്ച നെല്ലിക്ക മേടിച്ച് തിളപ്പിച്ചാറി വെള്ളത്തിലിട്ട് ഉപ്പിട്ട് വെക്കും. കാന്താരിമുളക് വരച്ച് കൂടുതൽ സന്ദർശകർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും വന്ന് മേടിക്കുന്നുണ്ട്. എന്താ ഇതിന്റെ വില എങ്ങനെയാണ്? 4 രൂപ അല്ലേ? ഈ വെള്ളം വന്നിട്ട് പിന്നെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? വെള്ളം നമ്മൾ എന്നിട്ട് നാരങ്ങ പിഴിഞ്ഞ് സോഡ ഒഴിച്ചു കൊടുക്കും. അതും ഭയങ്കര നാട്ടിൽ പോകുന്നുണ്ട്. അതല്ലേ? അതിനെന്താ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പേരെന്തെങ്കിലും പറയുന്നുണ്ടോ? ആ നെല്ലിക്ക സർബത്ത് എന്ന് പറയും. നമ്മളത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ക്ഷീണമൊക്കെ മാറും. നല്ല ഉന്മേഷം കിട്ടും. നമുക്കൊരു നെല്ലിക്ക സർബത്ത് എടുത്ത് തരാമോ? നമ്മളിപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വെൺമണിയിലെത്തി. വെൺമണിയിൽ നിന്ന് നമ്മൾ ഈ വഴിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പാലപ്ലാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പാലപ്ലാവ്, ആ സ്ഥലത്തോട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ യാത്ര. അങ്ങനെ നമ്മൾ കട്ടിലും കസേര എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. ഇവിടെ വരെയാണ് വണ്ടി വരുള്ളൂ. ഇത് ഈ മല ഒഴുകംമുടി എന്ന് പറയുന്ന ഒരു മലയാണ്. നമ്മളിപ്പോൾ ഒരു വനമേഖലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ വഴിയാണ് മുന്നോട്ട് കാണുന്ന ഈ വഴിയിലൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യാൻ. ഏകദേശം ഒരു 3 കിലോമീറ്റർ വനത്തിൽ കൂടെ തന്നെ യാത്ര ചെയ്യണം. നമ്മുടെ കൂട്ടത്തിൽ ഈ വെള്ളിയേട്ടൻ എന്ന് പറയുന്ന ഈ സുഹൃത്താണുള്ളത്. അപ്പോൾ ഇദ്ദേഹമാണ് ഇന്ന് നമ്മുടെ വഴി കാണിക്കാനായിട്ട് കൂട്ടത്തിലുള്ളത്. ചേട്ടാ, എത്ര കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഇനി അങ്ങോട്ട്? 4 കിലോമീറ്റർ. നമ്മളൊന്ന് കയറിപ്പോകാം. വളരെ വേഗത്തിൽ തന്നെ എന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്ക് മുമ്പ് നമുക്ക് അവിടെ എത്താൻ പറ്റും. അത് ഭയങ്കര നല്ലൊരു സീനറിയാണ്. അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നു പോകേണ്ട സ്ഥലമാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം, ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്തിയതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് യഥാസമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഈ പാണ്ഡവന്മാർ ഒളിച്ച് താമസിച്ചിരുന്ന വീടാണ് പഞ്ചപാണ്ഡവന്മാരുടെ. പാഞ്ചാലി അല്ലെന്നും പറയുന്നു, കട്ടളങ്ങസര അല്ലെന്നും പറയും. അപ്പോൾ 2 രീതിയിലാണ് ഇതിന് പേര് പറയുന്നത്. കട്ടളങ്ങസര പെട്ടെന്ന് പറയുന്നു, പഞ്ചപാണ്ഡവന്മാരുടെ ഗുഹയാണിത്. അപ്പോൾ ഈ കട്ടിലും കസേര എന്ന് പറയുന്നത് അത് ചെറിയൊരു സ്ഥലമല്ല. നമ്മൾ പാഞ്ചാലികളിലെന്ന് പറയുന്ന വേറൊരു പേരും കൂടെ ഉണ്ടെന്നാണ് ഇപ്പോൾ വലിയേട്ടൻ പറയുന്നത്. കാരണം ഇവിടെ പഞ്ചപാണ്ഡവന്മാർ വന്ന് ഒളിച്ച് താമസിക്കുക. അവിടെ അവരുടെ ആയുധങ്ങൾ, ഗദയും അമ്പും വില്ലും എല്ലാം അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ താമസിച്ചിരുന്നെന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര രസമുള്ളൊരു ഏരിയയാണ്. അപ്പോൾ പോയി നോക്കാം. ഇത് ഈ പൂ കണ്ടിട്ടുള്ളവർക്ക് ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാകുമായിരിക്കും. മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇതിങ്ങനെ പറന്നു വരുമ്പോൾ
അത് കണ്ടിട്ടുള്ള ഒരു സീനൊക്കെ വളരെ പ്രസിദ്ധമാണ്. അത് മണിയാറൻകുടി വനത്തിനകത്തു നിന്നാണ് ആ സീൻ ചിത്രീകരിച്ചത്. ഈ പൂവിൻ്റെ പറയുന്ന പേര് ഇരിപ്പക്കൊടി അല്ലേ? എങ്ങനെയാണ്? ഇരിപ്പവള്ളി. ഇതൊരു വള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്ന പൂവാണ്. ഇവിടെ ധാരാളം ഈ പൂവ് ഇങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നമ്മളെല്ലാവരും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏറെക്കുറെ ഒരു ചെക്ക് ഡാമിൻ്റെ അടുത്ത് വന്നേക്കുവാണ്. ഇവിടെ ഈ തെക്കന്തോണി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിരവധി താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടേക്കുള്ള ഒരു കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് വനം വകുപ്പ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതായിട്ടാണ് കേട്ടറിവ്. അപ്പോൾ അതിൻ്റെ ആ ഡാമിൽ നിന്നുള്ള വെള്ളയരപ്പാണ് ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് കേട്ടു തുടങ്ങിയത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമായ ദൃശ്യം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത് ചുറ്റിനും മരങ്ങൾ, കാട്ടുമരങ്ങൾ, ഈറ്റക്കാടുകൾ, അതിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയൊരു ജലസംഭരണി, അതിൽ നിന്നും ഒഴുകുന്ന ജലത്തിൻ്റെ ആ ഒരു എരപ്പ് ഭയങ്കര കാതിന് നല്ല കുളിർമയേകുന്ന ഒരു ഫീലിങ്സ് കിട്ടുന്ന ഒരിതാണ്. നമ്മൾ ഈ ചെക്ക് ഡാം കടന്നു വേണം നമ്മൾ കട്ടിലും കസേര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ. ഇനിയുണ്ട് ഒരു 2-2.5 കിലോമീറ്റർ യാത്ര. അപ്പം നമ്മൾ ഈ ചെക്ക് ഡാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നേരെ വലത്തോട്ടൊരു വഴി കിടപ്പുണ്ട്. ഒരു ഈറ്റ കൊണ്ട് ഇങ്ങനെ ഒരു കമാനം പോലെ ആകൃതിയിലുള്ളതാണ്. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ കടന്നു പോകാനുള്ളത്. ഞാൻ അല്പം വഴി തെറ്റിപ്പോയായിരുന്നു. അത് വഴി അവരിപ്പം ഞാൻ തിരിച്ചു വരും. ഇവിടെ ഒരു മരം വീണ് കിടക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു അടയാളം. ഇവിടെ നിന്ന് നമ്മൾ കടന്നു പോകേണ്ടത് ഇനിയുള്ള ഈ വഴിയിലൂടെയാണ്. നമ്മൾ ആ കാണുന്നതെന്ന് പറയുന്നത് മൂന്നുകല്ല് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത് ഇദ്ദേഹം പറയുന്നത് ഈ പഞ്ചപാണ്ഡവന്മാരുടെ അടുപ്പാണ് അതെന്നാണ് പറയുന്നത്. നമ്മൾ അടുപ്പ് കൂട്ടുന്ന പോലെ തന്നെ ആ ഒരു ആകൃതിയിൽ 3 കല്ല്. ഇപ്പം നമ്മൾ ഈ വന്ന് നിൽക്കുന്ന ഈ ഭാഗമാണ്. ഇത് ആമപ്പാറ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അവിടെ നിങ്ങോട്ട് നമ്മൾ ഒരല്പം നോക്കിയാലും എല്ലാം ചുറ്റുഭാഗം മുഴുവനും നല്ല കാഴ്ചകളാണ്, കാനനമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു മലയുടെ ഈ ആമപ്പാറ എന്ന് പറയുന്ന ഈ പാറയുള്ള ഈ മലയുടെ ഒരു ഭാഗത്ത് നമ്മൾ കയറി നിൽക്കുകയാണ് ഇപ്പം. അതിവിടെ ഈ മഴക്കാലങ്ങളിൽ ആമകൾ വന്ന് ഇവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാറുണ്ടെന്നാണ് പറയുന്നത്. കരയാമകൾ ഇഷ്ടംപോലെ വരുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഈ ആമപ്പാറ എന്ന് പേര് കിട്ടിയത്. എന്തായാലും രസമുള്ളൊരു ഭാഗമാണ് കാണാൻ. എവിടെയാ? ഇവിടെ ഒരു ചെറിയൊരു കുളം. മഴക്കാലം ആകുമ്പോഴത്തേനും ഈ ഒരു കുളം അത് വറ്റിക്കിടക്കുവാണ് ഇപ്പം. അപ്പോൾ ഇവിടെ വെള്ളം കൊണ്ടുവന്ന് ഇവിടെയാണ് ആമകൾ വരുന്നത് ആണോ? ഇവിടെ വന്ന് ആമകൾ വന്ന് മുട്ടയിടി. അന്നേരം ആളുകൾ വന്ന് ഇതിനെ പിടിക്കുമോ? അതിനെ എങ്ങനെയാ? ആമകൾ വന്ന് പിടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അവർ സ്വയമായിട്ട് വലുതാകുമ്പോൾ ഇറങ്ങി താഴെ തോട്ടിലേക്ക് ഇറങ്ങിപ്പോയി കാട്ടിലും കയറിപ്പോയി. അപ്പോൾ കേട്ടല്ലോ, ഇവിടുത്തെ ഒരു കഥ കേട്ടല്ലോ. ഇവിടെ നല്ല രസമുള്ളൊരു പ്രദേശമാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്. വളരെ മനോഹരമായൊരു പ്രദേശമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചുറ്റുഭാഗം മുഴുവനും വനമാണ്. നമ്മളിപ്പം വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇത് ആമപ്പാറയിൽ നിന്ന് ആ ഒരു ഇറക്കം ഇറങ്ങിയിട്ട് നമ്മളൊരു കയറ്റം കയറി നമ്മൾ വേറൊരു മേടിലോട്ടെത്തി. പക്ഷെ ഇതൊരു പുൽമേടല്ല, ഇത് വനം ശരിക്കും തെളിഞ്ഞു നിൽക്കുന്ന ഒരു പുല്ലുകളൊന്നും ഇല്ലാതെ അധികം ഇല്ലാതെ ഒരു മലയുടെ ടോപ്പ് ഭാഗമാണ്. അങ്ങനെ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തി. ഇതാണ് കട്ടിലും കസേര എന്ന് പറയുന്ന അള്ള്. ഇതൊരു വലിയ അള്ളാണ്. ഇത് എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത് ഇനി നമ്മൾ നടന്ന് കാണണം. ഇത് ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളൊന്നും അറിയില്ല. പക്ഷെ ഇത് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ ക്യാമറയിൽ കാണേണ്ടതല്ല, അല്ലാതെ നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ചകളാണ്. ഇത്രയും നേരം നടന്നതിൻ്റെ ഒരു ഗുണമുണ്ട്.
വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടുന്ന് ഈ കൊടംപുള്ളി പോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ശേഖരിച്ചതിന് ശേഷം അവർ ഇതിലിട്ട് ഈ ചേരിലിട്ട് ഉണങ്ങും. നമ്മൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ പറയുന്ന മലയിലയുടെ ഈ ഉള്ളിലേക്ക് നമ്മൾ ഈ കട്ടിലും കസേര എന്ന് പറയുന്ന ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചം വേണം. കാരണം അത് ഗുഹയാണ്, അതിനകത്ത് പല അറകളാണെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. അപ്പം നമ്മൾ ഇത് കയറി എടുക്കണമെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറി വെളിച്ചം കാണണമെങ്കിൽ നമുക്ക് ഈ ചൂട്ട് കുറച്ച് വേണം. അപ്പോൾ അതിന് നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ ഇച്ചിരി ചൂട്ടൊക്കെ ഉണ്ടാക്കി നമ്മളൊരു പന്തം ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മളിപ്പം അത് ക്ലിയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. പഞ്ചപാണ്ഡവന്മാർ തപസ് ചെയ്തിരുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന കട്ടിലും കസേര എന്ന് പറയുന്ന സ്ഥലം. അവർ വനവാസ കാലത്ത് അവരിവിടെ വന്നിരുന്ന ഇവിടെ തൊട്ടടുത്ത് മൂന്നടുപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അടുപ്പ് കൂട്ടി അവിടെ ഭക്ഷണം പാചകം ചെയ്യുകയും അതുപോലെ തന്നെ ഇത് പാഞ്ചാലിയുടെ ഒരു താവളമായിരുന്നു. പാഞ്ചാലി ഗ്രഹം എന്ന അങ്ങനെ ഒരു പേര് കൂടി ഈ സ്ഥലത്തിനുണ്ട്. അപ്പം ഈ കട്ടിലും കസേര എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇതിൽ തന്നെ ഒരു കട്ടിൽ പോലെ ഒരു സ്ഥലം, ഒരു പാറയും ഉണ്ട്. അതുപോലെ തന്നെ കസേര പോലെ ചാരിയിരിക്കുന്ന ഒരു ബാറ, അത് ഈ ഒരു പാറയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഐതിഹ്യങ്ങളൊക്കെ കെട്ടുമാറകൾ ഇങ്ങനെ കോർത്തിണക്കപ്പെട്ട് കിടക്കുന്ന ഒരു വനമേഖലയാണിത്. എന്തൊക്കെയാണെങ്കിലും പുരാണമാണെങ്കിൽ പോലും അന്ന് ഇവിടെ അത് ഐതിഹ്യമാണെങ്കിലും ആ ഒരു വനവാസ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചയാണെന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. കാരണം അത്രയ്ക്കും അറ്റ്മോസ്ഫിയറാണ്, നല്ല കിടിലം കാലാവസ്ഥ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രദേശം വന്ന് സന്ദർശിക്കണം. സന്ദർശിക്കാൻ വരുന്നവർ തീർച്ചയായും ഒരു ചൂട്ട്, ഒരു എന്തെങ്കിലും വെളിച്ചത്തിനുള്ള സംവിധാനം കാണണം. കാരണം ഇതിനകത്തോട്ട് മുഴുവൻ ഗുഹകളാണ്. അധികം ആളുകൾ ഇവിടെ കയറി വന്നിട്ടില്ല. ഒരുപക്ഷെ നമ്മളായിരിക്കും ഇതിൻ്റെ ഈ കാര്യം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ആദ്യം അവതരിപ്പിക്കുന്നത്. വളരെ സാഹസപ്പെട്ട ഒരു യാത്രയായിരുന്നു. ഇനി അകത്തോട്ടുള്ള യാത്രയും വളരെ സാഹസപ്പെട്ടാണ്. അപ്പോൾ നമ്മളുടെ രണ്ടാം ഘട്ട യാത്ര നമ്മളിപ്പോൾ തുടങ്ങിയാണ്. കാണത്തില്ലടാ, അപ്പോൾ വളരെ പതുക്കെ വേണം ഇതിനകത്തോടെ. ഇവിടെ ഈ ഒരു ശകല ഇട മാത്രമാണ് ഇച്ചിരി പാടുള്ളൂ. തീ കത്തിക്കേട്ടാ. നമ്മൾ ഇതിനകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീ വേണം. പക്ഷെ നമ്മൾ ഗതികേട് കൊണ്ട് നമ്മൾ കൊണ്ടുവന്ന ലൈറ്റർ കേടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇവിടുത്തെ അത്യാവശ്യം നിങ്ങൾക്കൊക്കെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ കാഴ്ചകളിലോട്ട് മൊബൈലുണ്ട്. നമ്മൾ കാഴ്ച ഇത് വളരെ വലിയൊരു ഗുഹയാണ് ഈ കാണുന്നത്. ഉണ്ടോ? ഇതിന്റെ മുകളിലേക്കൊക്കെ പറഞ്ഞാൽ ഈ തായ്ലൻഡിലൊക്കെ ഈ ആളുകൾ ചെന്ന് പെട്ടുപോയ ഗുഹകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അതിലും ഭീമാകരമായൊരു ഗുഹ. ഇത് കാഴ്ചകളാണ്. ഇവിടെ നിരവധി ഇതുപോലെയാണ്. ഇത് ചുറ്റുവട്ടം മുഴുവൻ നോക്കി. ഇതുണ്ടോ? പാറയൊക്കെ നല്ല ചെരിഞ്ഞിരിക്കുന്ന പാറകൾ. അങ്ങനെ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ ഇത് ഇപ്പം ഇനി ബാക്കി നമുക്ക് മൊബൈലിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കുറേയെങ്കിലും ചിത്രീകരിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ നമുക്ക് പറ്റിയ ഇത്രയും വിശദമായിട്ട് വിവരങ്ങൾ തരാൻ ആരും ഇല്ലാതെ പോയതുകൊണ്ടാണ് നമ്മളുടെ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ അസ്തമിക്കേണ്ട വന്നത്. ഇനിയും ഉണ്ട് ഒരുപാട് കാഴ്ചകൾ. ഇതുണ്ട്, ഇതെല്ലാം നമ്മളിപ്പോൾ ഒരു പാറയാണ്, പാറയുടെ അകത്താണ് ഈ നിൽക്കുന്നത്. ഈ അഗ്നി കെട്ടുതീരുന്നതാണ് നമ്മളുടെ ടൈം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുന്ന് അവിടെയൊക്കെ നമുക്ക് തിരിച്ചു ചെല്ലാനുള്ള ഒരു ഭാഗത്തിൻ്റെ ഒരു കുഞ്ഞു വെളിച്ചം കാണുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു 100-150 മീറ്റർ ഗുഹയ്ക്കകത്തു കൂടിയാണ് നമ്മളിപ്പം കടന്നു വന്നത്. അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്നുള്ളത് പ്രവചനം സത്യമാക്കിക്കൊണ്ട് നമ്മുടെ തീ അണയാൻ പോവാണ്. അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ. അവസാന തീ അവിടെ ഇരുന്ന് കത്തി തീരുകയാണ്. അങ്ങനെ ഏറ്റവും അവസാനം നമ്മളിപ്പോൾ ക്യാമറയൊക്കെ വിട്ടു നമ്മൾ മൊബൈലിലേക്ക് തിരിച്ചു വന്നു. മൊബൈലിലേക്ക് തിരിച്ചു വന്നാൽ കുറച്ചുകൂടി നമുക്ക് എടുക്കാൻ പറ്റും. ഇതിലൂടെയൊക്കെ ചെറിയ അരുവികളൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ വെള്ളം ഇതുവരെ പറ്റിയിട്ടില്ല. ഇതൊരു വലിയൊരു ഗുഹയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അള്ളുകളാണ് കിടക്കുന്നത് കണ്ടോ. ഇതിലൂടെ തന്നെ നമുക്ക് കുറേ ദൂരം മുകളിലോട്ട് കയറി പോകാൻ പറ്റും. ഇത് ഇവിടെ വേറൊരിടത്തെത്തി. ഇവിടെ ഉള്ളതാണ്.
ഇതിലൂടെ ഒരു ചെറിയൊരു പ്രകാശം കയറി വരുന്നുണ്ട്, കാണാം. കഴിച്ചോണ്ട് ഇതിലൂടെ എല്ലാം കയറിപ്പോവാം. ഇത് ഗുഹയുടെ മുകൾ ഭാഗമാണ്. നമ്മൾ തായ്ലൻഡിലെയൊക്കെ ഗുഹ മനുഷ്യർ ഈ ഇടയ്ക്ക് കുറച്ച് കുട്ടികളൊക്കെ ചെന്ന് അകപ്പെട്ടില്ലേ, അതുപോലുള്ള ഒരു പ്രദേശമാണെന്ന് വേണേൽ പറയാം. അതേ ഗുഹ കയറി നമ്മൾ വേറൊരു ഭാഗത്തോട്ട് വന്നു. പ്രകാശം കയറി വരുന്നുണ്ട്. ഇതാണ് ഗുഹയുടെ മുകൾ ഭാഗം. ഇവിടെ വരെയാണ് നമുക്ക് കയറി ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ഏരിയ. പക്ഷെ ഇതൊരു ഭാഗം മാത്രം. ഇതിൻ്റെ മറുഭാഗം വേറെയുണ്ട് കേട്ടോ. ഈ ഭാഗത്തോടെയൊക്കെ കയറി കിടന്ന് ചെല്ലാൻ പറ്റും. ഇത് മൃഗങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ തുളച്ച് കയറി ജീവിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വലിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ കുറേ മുറികളുണ്ട്. അപ്പോൾ പഞ്ചപാണ്ഡവർക്ക് 5 പേർക്കും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് മുറികളുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ കാണുന്ന ഇത് കണ്ടിട്ട് കണ്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ വേറൊരു ഭാഗത്തേക്ക് നോക്കി കഴിയുമ്പോഴത്തേനും അവിടെ പിന്നെയും അകത്തോട്ട് വേറൊരു വെളിച്ചം കിടന്നു വരുന്നുണ്ട്. ഈ കല്ലുകളൊക്കെ ആണെങ്കിൽ ചാടിക്കിടന്ന് വേണം. അപ്പോഴത്തെ ഇവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ വേണ്ട ചവിട്ടി കയറി പോയിട്ടുണ്ട്. പക്ഷെ തെറ്റി വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പ്രകാശം വേറെ കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറേണ്ട ഒരു മേഖല തന്നെയാണ്. ഇപ്പോൾ ഈ തായ്ലൻഡിലെ ഗുഹകളൊക്കെ കാണാൻ വേണ്ടി പോകുന്നവർ അത്ര ദൂരമൊന്നും പോകണ്ട. അതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ഗുഹകളും അതുപോലെ തന്നെ കാഴ്ചകളും കൊണ്ട് സമ്പന്നമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇത് സർക്കാരൊക്കെ വേണ്ട വിധത്തിൽ ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ദയനീയത. ഉണ്ടോ, ഇതൊക്കെ എങ്ങനെ ഇനി പുറത്തിറങ്ങും എന്നുള്ളതാണ് അടുത്ത സംശയം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഗുഹയ്ക്കകത്ത് കയറി വഴി തെറ്റിയെന്ന് വേണേൽ പറയാം. ഇത് കണ്ടോ, വേറൊരിടത്തും എത്തി. നമ്മുടെ കൂട്ടത്തിൽ വന്നവരൊക്കെ ഇതേ നിൽക്കുന്നു. സജിയുണ്ട്, നമ്മുടെ വലിയേട്ടനുണ്ട്. ഇനി ഇത് നമ്മൾ തിരിച്ചിറങ്ങി പോകേണ്ട വഴി ഇതാണോ? നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴി ഈ വഴിയിലൂടെ വേണം നമ്മൾ തിരിച്ചിറങ്ങാൻ. അത്ഭുത ലോകത്താണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അത്ഭുത ലോകം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. വെറുതെ തള്ളു പറയുന്നതല്ല, ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ ഒരു അനുഭവം എന്താണെന്ന്. കാരണം നമ്മൾ 10,000-10,000 രൂപകൾ മുടക്കി വിദേശ രാജ്യങ്ങളിലെ അത്ഭുതങ്ങൾ കാണാൻ പോകുമ്പോൾ നമ്മളുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നമ്മളുടെ തൊട്ട് സമീപത്തുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും കാഴ്ചകളും പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ആ കാഴ്ചകൾ നമ്മൾ പുറലോകത്തോട്ട് നമ്മളുടെ സർക്കാരും ബന്ധപ്പെട്ട വിഭാഗങ്ങളും ഒക്കെ പുറലോകത്ത് എത്തിക്കാത്തത് കൊണ്ടും അങ്ങോട്ടേക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തത് കൊണ്ടുമാണ് നമ്മളുടെ ഇവിടേക്ക് ഒഴുകി ഇറങ്ങേണ്ട പണം മുഴുവനും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഈ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ മക്കുവള്ളി അല്ലെങ്കിൽ കഞ്ഞിക്കുഴി വനമേഖലയിൽ. അതുപോലെ തന്നെ ഈ പുരാണങ്ങളും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ ഇതിഹാസങ്ങളും കഥകളും ഒക്കെ ഉണ്ട് എങ്കിലും അത്രയ്ക്ക് മനോഹരമായ അത് അരക്കിട്ട് ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ്. ഒരു 200 മീറ്ററോളം ഗുഹയ്ക്കകത്തുകൂടി തന്നെ നടന്നു വന്നു. അതിനകത്ത് നിരവധി ചെറിയ സ്ട്രീംസുകളുണ്ട്, ധാരാളം കൊച്ചു അരുവികളുണ്ട്. ആ അരുവികളും ഇതൊക്കെ ഉണ്ട്. അത് മഴക്കാലത്തായിരിക്കും ഏറ്റവും ഭയങ്കര ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാത്രം വന്നപ്പോൾ ഇവിടെ ഒരു ശകലം വെളിച്ചം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പം ക്യാമറ എടുത്ത് വെച്ച് ഇവിടെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റിയത്. ഈ കാഴ്ചകൾ മനോഹരമാണ്. അപ്പോൾ ഇനി അടുത്ത ഇതിൻ്റെ മുകളിലോട്ടാണ് നമുക്കൊന്ന് കയറാൻ പറ്റുമെന്ന് ഞാൻ നോക്കുവാണ്. പൊട്ടുമില്ലോ അല്ലേ? ഇവിടെ നീ അങ്ങോട്ടേക്ക് ഒരുപാട് ദൂരം കിടപ്പുണ്ട്. ആ വഴി വേണേൽ കിടന്നു പോവാം.
ഈ കാട്ടി വന്നിട്ട് ഈ ചോലയിൽ നിന്നുള്ള ഈ വെള്ളം കുടിച്ചില്ല എങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടൂല. അതുകൊണ്ട് അത്രയ്ക്ക് ഔഷധ വീര്യമുള്ള ഗുണമുള്ള വെള്ളമാണ് ഈ ഇറങ്ങി വരുന്നത്. നമ്മളുടെ യാത്ര ഇത് മീനൊളിയാൻ പാറ എന്ന് പറയുന്ന മറ്റൊരു പ്രദേശത്തേക്കാണ്. അതൊരു കരിമ്പാറക്കെട്ട് നിറഞ്ഞ ഒരു വലിയ മലയുടെ മുകളിലുള്ള ഒരു വനപ്രദേശമാണ്. അത് പ്രകൃതിയുടെ മറ്റൊരു അത്ഭുത ലോകമാണ്. അപ്പോൾ ആ ലോകത്തിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കട്ടിലും കസേരയും എന്നുള്ള ഈ സ്ഥലത്തേക്ക് കടന്നു വരുന്നതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, താല്പര്യമുള്ളവർ ഈ വല്യേട്ടനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ മതി. ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ ഇതെല്ലാം കാഴ്ചകളെല്ലാം കാണിച്ചു തരും. അതിന് എൻ്റെ ഫോൺ നമ്പർ അദ്ദേഹം ഇപ്പോൾ പറയുന്നതാണ്. നിങ്ങൾ അത് നോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിളിച്ചാൽ മതി. ഒന്ന് നമ്പർ. എൻ്റെ ഫോൺ നമ്പർ 91 42 94 87 04. അപ്പോൾ എല്ലാവർക്കും ഈ വനമേഖലയിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങളുടെ അടുത്ത യാത്ര ഞങ്ങൾ തുടരുകയാണ്.